ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സർക്കാരും ദേവസ്വം ബോർഡും തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടുകൾ ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവ്. കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ശബരിമലയിലെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ശിക്ഷിക്കപ്പെടണം. 2019 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഈ വിഷയത്തിൽ തുടക്കം മുതലേ സ്വീകരിച്ച നിലപാട് ശരി എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവ്. ആര് തട്ടിപ്പ് നടത്തിയാലും പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വത്തുക്കൾ ആര് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരും അതിന് കൂട്ടുനിന്നവരും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്ന നിലപാട്. അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് അക്ഷന്തവ്യമായ അപരാധം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് കോടതിയുടെ ദേവസ്വം ബോർഡ് SP വിജിലൻസ് റിപ്പോർട്ട്, കോടതിയുടെ നിഗമനവും അങ്ങനെ തന്നെയാണ്. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമുള്ള പ്രതികരണമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇപ്പോൾ PS പ്രശാന്ത് തന്നെ സമ്മതിക്കുന്നുണ്ട്. മറ്റു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രശാന്ത് പറഞ്ഞത്? അതായത് പ്രവിത, ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുന്നു. സർക്കാരും ദേവസ്വം ബോർഡും തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടുകൾ ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഈ ഉത്തരവ് എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. കുറ്റം ചെയ്ത ആളുകളെ ഒരിക്കലും ദേവസ്വം ബോർഡ് സംരക്ഷിക്കില്ല, അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു. സമഗ്രമായ അന്വേഷണമാണ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും പ്രശാന്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ശബരിമലയിലെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ശിക്ഷിക്കപ്പെടണം. 2019 ഉദ്യോഗസ്ഥല വീഴ്ച സംഭവിച്ചു എന്ന കാര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും നിലവിൽ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണാഭരണത്തിൽ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ആരായാലും ഈ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ കൃത്യമായ നടപടി ബോർഡിന്റെ ഭാഗത്തുണ്ടാവും. SITയുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷം ഉൾപ്പെടെ സഹകരിക്കണം. അടുത്തൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് വരുന്നതെന്നും പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ വീഴ്ച ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇതിന് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ബോർഡ് മുന്നോട്ട് പോകും. ഇതിനുവേണ്ടിയുള്ള നിരീക്ഷണവും പ്രവർത്തനവും ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിൽ സന്നിധാനത്താണുള്ളത്. നാളെ ഉച്ചയോടുകൂടി അദ്ദേഹം പമ്പയിലേക്ക് ഇറങ്ങും. ആ സമയത്ത് നേരിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ കോടതിയിൽ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് എത്തിയതിനു ശേഷമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഒരു ആദ്യ പ്രതികരണം എന്തായാലും ഇതാണ്: ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി, തെറ്റുകാരാണെന്ന് കണ്ടെത്തിയാൽ ഉണ്ടാകും. 2019 വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച ഇനി ആവർത്തിക്കാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടിവരയിടുകയാണ്. പ്രവിത, ശരി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.